നിക്ക്. ഈ പയ്യെത്തുന്ന പനയും തിന്നാമെന്നല്ലേ, നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകളനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376Dയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെൻറ്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ലല്ലോ. പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെൻറ്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെൻറ്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെൻറ്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെൻറ്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷൻ്റെ അവകാശമാണ്. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്ക് അകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളതല്ല, പരിപൂർണ്ണ നീതി കിട്ടിയില്ല എന്നാണ്. രോഹിണി, വിചാരണ കോടതിയിൽ നിന്ന് പരിപൂർണ നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി അപ്പീലുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തിച്ചേർന്നില്ല, പകരം കൂട്ടബലാത്സംഗത്തിനടക്കം ഒരു ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപമായിട്ട് പ്രോസിക്യൂഷൻ വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശിക്ഷയിന്മേലുള്ള ഈ വാദത്തിനിടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തു. നമുക്ക് ആ ശിക്ഷ ഏത് വിധത്തിലാണ് കോടതി പ്രസ്താവിച്ചത്, ആ ശിക്ഷ ഓരോരുത്തർക്കും ഓരോ പ്രതികൾക്കും ഏത് വിധത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ച് ആ കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് IPC സെക്ഷൻ 376D, അതായത് കൂട്ടബലാത്സംഗം പ്രകാരം 20 വർഷം കഠിന തടവും ഓരോരുത്തരെയും 50,000 രൂപ വീതം പിഴയും ഒടുക്കണം. ഒപ്പം തന്നെ പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അന്യായമായി തടങ്കലിൽ വെച്ചതിന് 1 വർഷം വെറും തടവാണ് വിധിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കേരളം കാത്തിരുന്ന വിധിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. 6 പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ജീവപര്യന്തമില്ല. എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ 20 വർഷം കഠിന തടവ്. അതാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും കോടതി വിധിച്ച ശിക്ഷാവിധി. 1-ാം പ്രതി പൾസസുനിയാണ്. പൾസസുനിക്ക് കൂടുതൽ ശിക്ഷയുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു നിരാശ പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് പരമാവധി ശിക്ഷ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വി അജകുമാർ ചൂണ്ടിക്കാട്ടിയത്. പരിപൂർണമായി നീതി കിട്ടിയില്ല എന്നുള്ള കാര്യം കൂടി അഡ്വക്കേറ്റ് അജകുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
മിഥുൻ അയ്യപ്പനിലേക്ക് പോവുകയാണ്. മിഥുൻ, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷേ പരിപൂർണമായും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് അജകുമാർ ചൂണ്ടിക്കാട്ടിയത്. നമുക്കറിയാം ഈ റിമാൻഡ് കാലാവധിയൊക്കെ ഇതിൽ നിന്ന് കുറവ് ചെയ്യുമ്പോൾ ഇതിലെ മുഖ്യപ്രതിയായ രേഷ്മ തയ്യാറാണ്. രേഷ്മ ബാബുവിലേക്കാണ് പോകേണ്ടത്. രേഷ്മ ഇന്ന് രാവിലെ മുതൽ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇന്ന് നടന്ന വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ വീക്ഷിച്ച വ്യക്തിയാണ്. രേഷ്മ, എന്തായാലും നമ്മൾ ഈ ഒരു വിധി പരിശോധിക്കുമ്പോൾ ഇതിന്റെ മുഖ്യ പ്രതിയായ പൾസസുനി, അതായത് ഒന്നാം പ്രതിയായ പൾസസുനി, ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത മുഖ്യ പ്രതിയായ പൾസസുനി, ഈ പൾസസുനിയാണ് ഈ റിമാൻഡ് കാലാവധിയൊക്കെ കുറവ് ചെയ്യുമ്പോൾ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. രാഖി, ഓരോ കുറ്റത്തിനും പ്രതികൾക്ക് വെവ്വേറെ ശിക്ഷയാണ് കോടതി വിധിച്ചതെങ്കിലും ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി. അതോടൊപ്പം തന്നെ പ്രതികൾ നിലവിൽ തടവിൽ കഴിഞ്ഞിട്ടുള്ള, അതായത് റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ആ കാലാവധി കൂടി, ജയിൽവാസം കൂടി, അതുകൂടി കുറച്ച് കിട്ടും, അത് ഇളവ് ഉണ്ടാകും. റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓരോ കുറ്റത്തിനും ഏത് വിധത്തിലാണ് ശിക്ഷ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ പ്രോസിക്യൂഷൻ പരിപൂർണമായിട്ടും നീതി ലഭിച്ചില്ല എന്നാണ് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അജകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പരമാവധി ശിക്ഷ വേണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പകരം ബലാത്സംഗ കുറ്റത്തിന്, കൂട്ടബലാത്സംഗ കുറ്റത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്ന് പറയുന്നത്. ഏറ്റവും പരമാവധി കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം കഠിന തടവാണ്.